ഈ സർക്കാർ ആരോഗ്യരംഗം ഭരിക്കുന്നതിൽ പരാജയമാണെന്ന് വരുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് ഡാറ്റകളുടെ പിൻബലത്തിൽ പറയാൻ പറ്റണം. എന്ന് മാത്രവുമല്ല, 9 വർഷം മുൻപുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനേക്കാളും മോശത്തിലാണ് ഇവിടെ ആരോഗ്യരംഗം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ ഡാറ്റയുടെ പിൻബലം ഉണ്ടാവണം. കഴിഞ്ഞ ദിവസം അവർ UDF സർക്കാരിൻ്റെയും LDF സർക്കാരിൻ്റെയും കണക്കൊക്കെ മന്ത്രി വീണ ജോർജ് മുന്നോട്ട് വെച്ചല്ലോ. പൊതുജനാരോഗ്യ രംഗം ആകെ തകർന്നു പോയിരിക്കുന്നുവെന്ന് പ്രതിപക്ഷം പറയുന്നുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന ആളല്ല ഞാൻ. കേരളത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരും ആ വാദത്തെ പിന്തുണയ്ക്കാൻ പോകുന്നില്ല. കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനം ആകെ തകർന്നിരിക്കുന്നു. ആശുപത്രികളിൽ ഒരു സംവിധാനവുമില്ല, ഡോക്ടർമാരില്ല, മൊത്തം കുഴപ്പമാക്കിയിരിക്കുന്നു ഈ സർക്കാർ എന്നാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം പറയാൻ പോകുന്നെങ്കിൽ അത് കേരളത്തിലെ ജനം അംഗീകരിക്കാൻ പോകുന്നില്ല. അതേസമയം കോട്ടയത്തെ മെഡിക്കൽ കോളേജിലുണ്ടായ പ്രശ്നം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിലുണ്ടായ പ്രശ്നവും പ്രശ്നങ്ങളാണ്. പക്ഷെ അപ്പോഴും ഒരു പൊതുജനാരോഗ്യ മേഖല കംപ്ലീറ്റ് പെർഫെക്ഷനിൽ പ്രവർത്തിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയുക ഉട്ടോപ്യൻ സ്വപ്നമാണ്. അത് സാധ്യമാകുന്ന ഒന്നല്ല. അതിന് പരമാവധി ബെറ്റർ ആയിരിക്കാനേ പറ്റൂ. കാരണം എന്താണ്, അത്രയും 4 കോടിയോളം ജനങ്ങളുള്ള ഒരു നാടാണിത്. ലോകത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളൊന്നാണ് നമ്മുടെ തൊട്ടടുത്തുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അവിടെ ഓരോ ദിവസവും എന്താ പറയുന്നത് പലതരത്തിലുള്ള സംവിധാനങ്ങൾ വരുന്നു, ഓരോ വർഷവും പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ എന്നതുകൊണ്ട് അതിൻ്റെ അവിടുത്തെ ഡിമാൻഡ്സ് കഴിഞ്ഞില്ല. പിന്നെയും ആളുകൾക്ക് ബെഡില്ലാത്തവിടെ, ആളുകൾക്ക് അപ്പോയിൻമെൻറ്റിന് വൈകുന്ന ആളുകൾക്ക് സൗകര്യങ്ങൾ കിട്ടാത്തതിന് പ്രശ്നമുണ്ട്. കാരണം അത്രയും പോപ്പുലേഷനുള്ള ഒരു നാടാണ് ഇന്ത്യ. അവിടെ ബാക്കി ഒരിടത്ത് വിജയിക്കാത്ത എന്തുകൊണ്ടാണ്? ഇത് വിദേശത്തേക്ക് പോയാൽ പൊതുജനാരോഗ്യ സംവിധാനം, പൊതുജനാരോഗ്യ മേഖല എന്നൊരു സംവിധാനം തന്നെ ഇല്ല. നമുക്ക് അവിടെ പോയിട്ട് ഹോസ്പിറ്റലിൽ ടിക്കറ്റ് കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ സർജറി ഡേറ്റ് കിട്ടണമെങ്കിലും കേവലമായ OP അപ്പോയിൻമെൻറ്റിന് ആഴ്ചകൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഇന്ത്യ പോലൊരു രാജ്യത്ത് പൊതുജനാരോഗ്യ മേഖലയെ പ്രോപ്പറായും സക്സസ്ഫുള്ളായും കൊണ്ടു നടക്കുന്നുള്ള വലിയൊരു ഒരു സങ്കീർണതയാണ്. അതുകൊണ്ടാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഇത് ഫ്ലോപ്പായി പോകുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോഴും ബലം പിടിച്ചത് നിലനിർത്തിയിരിക്കുന്നു. പക്ഷേ എന്നാൽ അതിന് ചില പൊട്ടും പൊടിയും പ്രശ്നങ്ങളുണ്ടാവും. അത് എക്കാലത്തും ഉണ്ടാവും, ആര് ഭരിച്ചാലും ഉണ്ടാവും. കാരണം ഇത്രയും വലിയ പോപ്പുലേഷൻ ഇടയ്ക്ക് ഈ സംവിധാനം നടത്തിക്കൊണ്ട് പാടാണ്. പക്ഷേ എത്ര ബെറ്ററായി നടത്തുന്നു? ബെറ്ററായി തന്നെയാണ് ഈ സർക്കാർ നടത്തുന്നത്. മാത്രമല്ല, ഞാൻ വിചാരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നമുക്ക് ചില ലക്ഷ്യങ്ങൾ കൈവരിക്കേണ്ടതുണ്ട് എന്ന ടാർഗറ്റ് ഉള്ളവരാണ്. അതിനനുസരിച്ച് അവർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, അതിനനുസരിച്ചുള്ള ഫണ്ടിങ് അവർ നടത്തുന്നുണ്ട്, അവർക്ക് അതിനുള്ള വിഭാവന പദ്ധതികളും പരിപാടികളുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. കഴിഞ്ഞ മിനിസ്ട്രിയിലുണ്ടായിരുന്ന ശൈലജ ടീച്ചറൊക്കെ ലോകം തന്നെ മാർക്ക് ചെയ്തിട്ടുള്ള പ്രവർത്തന ശൈലിയാണ് അവരുടേത്. എന്നാൽ ചില വീഴ്ചകൾ സംഭവിക്കുന്നു. അതിനപ്പുറം ആരോഗ്യ മേഖല ആകെ വെന്റിലേറ്ററിലായിരിക്കുന്നു. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ആകെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ അതിൻ്റെ ഒരു ബെനിഫിഷ്യറിയാണ്. കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല എന്ന് പറയുന്നത് എന്തുമാത്രം വലിയ സേവനം നിർവഹിക്കുന്നു എന്ന് കൃതാർത്ഥതയോടെ കണ്ടു നിൽക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാം സമ്പൂർണ്ണമായി പ്രവർത്തിക്കുക, ഒരു പിഴവുമില്ലാതെ, എല്ലായിടത്തും ഡോക്ടർമാർ, എല്ലായ്പ്പോഴും മരുന്നുകൾ, എല്ലാത്തിനും സംവിധാനങ്ങൾ എന്നത് നമ്മുടെ ഒരു അധിക ചിന്തയാണ്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അത് സാധ്യമല്ല. കാരണം അത് സാധ്യമാകാത്ത ഒരു ലോകം, കാരണം അങ്ങനെ ഒരു മോഡൽ ലോകത്തില്ല. ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കാൻ വേറൊരു ലോകത്തൊരു മോഡലില്ല. കേരളത്തിലേതുപോലെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ബെറ്റർ ആരോഗ്യ സംവിധാനത്തിനകത്ത് ജീവിക്കുന്നു. പക്ഷേ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിലെ ടോപ്പാണ് നമ്മൾ, ഒരു തർക്കവും വേണ്ട. ഇന്ത്യ 2030 അച്ചീവ് ചെയ്യണമെന്ന് ലക്ഷ്യം കണ്ടിട്ടുള്ള പല സംഗതികളെയും 2024 മറികടന്ന സംസ്ഥാനമാണ് നമ്മൾ. അതാണ് വീണ ജോർജ് പറയുന്നത്. മാതൃമരണ നിരക്ക്, ഇൻഫന്റ് ഡെത്തിന്റെ കാര്യത്തിലായാലും കൊള്ളാം, നിയോനാറ്റൽ ഡെത്തിന്റെ കാര്യത്തിലായാലും കൊള്ളാം, Under 5 ഉള്ള കുട്ടികളുടെ ഡെത്തിന്റെ കാര്യത്തിലായാലും എല്ലാം 2034 എന്താണോ 30 എന്തായിരിക്കണം നമ്മുടെ സുസ്ഥിര വികസന സൂചികയുടെ ലക്ഷ്യമെങ്കിൽ 2024 മറികടന്ന ഒരു സംസ്ഥാനമാണ് നമ്മൾ.